എന്തായാലും ക്ലാസ്സിൽ പോയില്ലേ? ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവിലാണോ? ആ പ്രശ്നത്തിന്റെ പേരിലാണോ? അത് സ്കൂളിൽ മാഷുമാരുമായിട്ടുള്ള പ്രശ്നമല്ലേ, അത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്തായാലും ഒന്ന് കാണണമെന്ന് കരുതിക്കായിരുന്നു. എന്ത് പറ്റിയോടോ? ആ കൊച്ചിന്റെ പ്രശ്നമൊക്കെ എന്തെങ്കിലും പറഞ്ഞൊന്ന് രമ്യതപ്പെടുത്തി. കുറച്ച് ആൾക്കാർ ഇന്ന് വൈകുന്നേരം പാർട്ടിക്കാരെ തങ്ങളുടെ വീട്ടിലൊന്ന് പറഞ്ഞു. ഈ തൊലിഞ്ഞ പാർട്ടിക്കാരാണ് ഈ സമൂഹത്തെ ഇത്രയും നശിപ്പിക്കുന്നത്. അല്ല, നമുക്കിതൊരു കോംപ്രമൈസിൽ കൊച്ചിങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമല്ലേ? എന്ത് അബദ്ധം? എന്താണ് നിങ്ങൾ അബദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരുവ് പോസ്റ്റർ ഒട്ടിച്ച് വണ്ടിക്ക് കല്ല് എറിഞ്ഞ് വെച്ചിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത രാഷ്ട്രീയത്തിന്റെ പുറകെ നടക്കുന്ന കുറെ സാധനങ്ങളാണ് വേണം. അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? നിങ്ങളുടെ മോനെ എവിടെ പഠിക്കുന്നത്? അത് വേറെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത്. അധികം ഇങ്ങോട്ട് വന്ന് തൊലിക്കണ്ട. ഇല്ല മാഷേ, അപ്പൊ അവരൊന്ന് മാഷിനടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന് ഞാൻ അടിച്ച് കന്നം പോയിക്കും. കാരണം എന്ന് പറഞ്ഞാൽ വരുന്നവന്റെ മക്കളെല്ലാം പഠിക്കുന്ന എവിടെയാന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഈ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പിരിയും കയറ്റി അവരുടെ സ്വാതന്ത്ര്യം മാങ്ങാത്തലി എന്ന് പറഞ്ഞ സപ്പോർട്ടും ചെയ്യിപ്പിച്ച് നശിപ്പിക്കുന്നത് ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതങ്ങനെയല്ല മാഷേ. എന്തല്ല, അവർക്കൊരു ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയി. മൊബൈൽ വാങ്ങിച്ചു ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു അമ്മയുടെ നായരിരിക്കുന്ന ആ മൊബൈലിന്. പിള്ളേരല്ലേ മാഷെ, ഒന്ന് വിട്ട്. ക്ലാസ്സിൽ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് നിയമമുണ്ട്, മനസ്സിലായി? കൊണ്ടുവരാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അതിനകത്തുനിന്ന് വേറെ എന്തെങ്കിലും ഒരു സാധനം ഞങ്ങൾ കണ്ടെടുത്ത് പോലീസ് റിപ്പോർട്ട് ചെയ്താൽ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒരു രക്ഷയില്ലടാ. നിങ്ങൾ ഒന്നും പറയണ്ട. തലക്കിട്ട് കൊടുക്കേണ്ട സമയങ്ങളിൽ നിനക്കൊക്കെ ശശിമാഷയൊക്കെ അറിയില്ലേ? ശശിമാഷൊക്കെ എന്നെ തൂക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. ആ പുള്ളി അന്ന് തല്ലിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലിരിക്കുന്നത്, മനസ്സിലായോ? അന്ന് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ആകുമ്പോൾ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത എന്നെ പിടിച്ചിട്ട് തല്ലും. പുള്ളി ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിക്കാനായിട്ടാണ്. അതിന് ഈ അടിയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇന്റർവെല്ലിന് സാറിൻ്റെ കൂടെ പോയിട്ട് ഞാൻ ചായയും കുടിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചു വരും. എടാ ഞങ്ങൾ നമ്മളെയൊക്കെ പഠിപ്പിച്ച മാഷന്മാരടുത്ത് നമ്മൾ കാണിച്ച സ്നേഹവും, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയോടൊക്കെ അവർക്ക് കടപ്പാടുണ്ടായിരുന്നു. വരുന്ന അധ്യാപകരോടൊക്കെ പറയുന്നത് നമ്മുടെ പണി മര്യാദയ്ക്ക് എടുക്കുക, നമ്മൾ പഠിപ്പിക്കുക. അതുങ്ങൾ വേണേ പഠിക്കട്ടെ, വേണേ നന്നാവട്ടെ. കാരണം ഇതിൻ്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാത്ത റിസ്ക് ഒന്നും നമ്മളെടുത്ത് നന്നാക്കാനൊന്നും പോണ്ട. കുറച്ച് കുട്ടികളുണ്ടാവും നമ്മൾ പറയുന്നത് കേൾക്കുന്നതും പഠിക്കാനും തല്ലും. എല്ലാത്തിനെയും കോമൺ ഒരേപോലെ കാണുക, ഒരേപോലെ പഠിപ്പിക്കുക. ഇതിനകത്ത് പഠനം ആവശ്യമുണ്ട് എന്നുള്ള കുട്ടികളുണ്ട്, അവരെ മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. ബാക്കി എല്ലാവരുടെ അടുത്തും ഞാൻ ഒരുപോലെ സ്നേഹത്തോടെ ഇടപെടും. എന്തിനാണോ നമ്മൾ വഴി കിടന്ന് തല്ല് വാങ്ങിച്ചാവുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. കാലം മാറില്ലടാ. നീ അതനുസരിച്ച് എന്തെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നോക്കും. ഒരു രക്ഷയില്ല പക്ഷേ നിങ്ങൾ എന്തൊക്കെ ഞാൻ വൈകുന്നേരം വരാം, നമുക്കൊന്ന് വൈകിട്ട് കാണാം. ഞാൻ ഇറക്കി വിടുവേ? ഇല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു മാഷം എന്നുള്ള നിലയിൽ ആ പുള്ളി എന്തുമാത്രം തലകുനിച്ചിട്ടുണ്ടാവും, മനസ്സിലായോ? അയാൾ എന്തുമാത്രം തലകുനിച്ചിട്ടുണ്ടാവും. അവനെ കൊണ്ട് ഒരു ക്ഷമയും ഇല്ല, ഒരു കിണയും ഇല്ല. ചിലപ്പോ മാഷ് ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും, ഞാൻ ക്ഷമിക്കില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ വാഴ വെച്ചാൽ മതിയായിരുന്നു. കുറെ എണ്ണം ഉണ്ട് മക്കളെ ഉണ്ടാക്കി നാട്ടുകാർക്ക് വളർത്താൻ കൊടുക്കും. വീട് ഞാനേ നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ ഇറങ്ങട്ടെ, വൈകിട്ട് കാണാം. നല്ലത്, പോയിക്കോ. ഞാൻ ഇച്ചിരി സമാധാനത്തോടെ. ഓക്കെ.